ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലെ അച്ഛനെ, ചേട്ടന്മാരെ, അനിയന്മാരെ, ചേച്ചിമാരെ, അമ്മമാരെയൊക്കെ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ യുദ്ധം ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ജോലിയില്ലാതെ റൂമുകളിലും അതത് സ്ഥലങ്ങളിലോട്ടൊക്കെ മാറി നിൽക്കുവാണ്. 2-3 ദിവസമായിട്ട്. ഞാനിപ്പോൾ ഒരു 3 ദിവസമായിട്ട് അങ്ങനെയുള്ള എൻ്റെ സൗഹൃദത്തിലുള്ള എൻ്റെ ബന്ധത്തിലും സൗഹൃദത്തിലൊക്കെ ഉള്ള ഒരുപാട് പേരെ ഞാൻ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്തൊരു 90% ആൾക്കാരും പറഞ്ഞൊരു പരാതി എന്താണെന്നറിയാമോ? അവർക്ക് യുദ്ധമൊന്നുമല്ല പ്രശ്നം. ഇങ്ങനൊരു അവസ്ഥ വന്ന സമയത്ത് ആരും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും തിരക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാര്യം അപൂർവം ചില ആൾക്കാർ മാത്രമേ തിരക്കും. ചിലപ്പോൾ ഇപ്പോൾ ചേട്ടന്മാരുള്ളവർക്ക് അങ്ങനെ അനിയത്തിമാർ തിരക്കും, അമ്മമാരും അച്ഛന്മാരും തിരക്കും, പിന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർ തിരക്കും. ഇങ്ങനെയുള്ള അപൂർവം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായ ചില ആൾക്കാർ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ തിരക്കും. അല്ലാതെ ഒരാളും തിരക്കുന്നില്ല. അതിനകത്ത് പലരും പറഞ്ഞത്, അളിയാ ഇപ്പോൾ നീ വിളിച്ച പോലെ ഞാൻ പ്രതീക്ഷ കോളുകൾ വേറെ പലതും ഉണ്ട്, അതൊന്നും വന്നിട്ടില്ല അളിയാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ സങ്കടം പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നമുക്ക് വിഷമമായി. എനിക്ക് തന്നെ ഒരുപാട് പേരുണ്ട് ഇന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവിടുത്തെ ബഹ്റൈനിലൊക്കെ സ്ഥിതികളൊക്കെ റെഡി ആയിട്ടുണ്ട്, ദുബായിലൊക്കെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരുപാട് പേരുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ പഴയ പോലെയല്ല, നമുക്ക് സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കര ആക്റ്റീവായ കാലഘട്ടമല്ലേ. നമുക്കൊരു മെസ്സേജ് ജസ്റ്റ് അവർക്ക് അയക്കാം. നിങ്ങൾ സുഖമാണോ, അല്ലെങ്കിൽ കൂട്ടുകാരെ, അല്ലെങ്കിൽ അളിയ, അല്ലെങ്കിൽ എടാ നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് നമുക്ക് അയക്കാം കേട്ടോ. ആ ഒരു മെസ്സേജ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മെസ്സേജും അതുപോലെ തന്നെ കോളുകളൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പറയുക പൈസയ്ക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ഈ വിളിക്കുന്ന ആൾക്കാരുണ്ടളിയാ. ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട് അല്ലെങ്കിൽ എന്തോ ആയി, അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇല്ല. ആൾക്കാർ അതെല്ലാം മറന്നു. എല്ലാവരും ഇപ്പോൾ ഈ ഓൺലൈൻ ചാനലിൻ്റെ പുറകിലൊക്കെ യുദ്ധത്തെക്കുറിച്ച് ഇപ്പോൾ ബോംബ് വീഴും, മിസൈൽ വീഴും, ഇറാൻ ഇപ്പോൾ ഓടിക്കും, ഇസ്രായേൽ ഇപ്പോൾ ഓടിക്കും, അതെന്തോ ആയിക്കോട്ടെ, അതതിൻ്റെ മുറയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ ഈ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ, നമ്മുടെ ബന്ധത്തിലും കണക്ഷനിലൊക്കെ ഉള്ള എത്രയോ പേര് അവിടെ ആ നാട്ടിലുണ്ട്, ഇവിടെയൊക്കെ കിടക്കുന്നത്. അതൊന്നും ജസ്റ്റ് നമ്മുടെ ഫോൺ എടുത്തിട്ട് വാട്സാപ്പിൽ നീക്കി നോക്കിയാൽ മതി. നമുക്കറിയാം പലരും ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാർ ഈഗോ അടിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവനെനിക്ക് മെസ്സേജ് അയച്ചില്ല, ഇവനെനിക്ക് മെസ്സേജ് അയച്ചില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയില്ല, ഇവിടുത്തെ കൂട്ട് 8 മണിക്കൂർ ജോലിക്കൊന്നും അല്ലല്ലോ അവിടെ പോകുന്നത്. 12 മണിക്കൂറും അതിൻ്റെ ഇരട്ടി ജോലിയൊക്കെ എടുത്ത്, എക്സ്ട്രാ ജോലിയൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളത് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കണം. നമ്മൾ ബന്ധമുള്ളവരെയൊക്കെ നമ്മൾ വിളിക്കണം. കാര്യം എന്താ പറയണ്ടത്, നമുക്ക് ആകെ ഒരു ജീവിതമല്ല ഉള്ളൂ. ഈ ഒരു ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഈഗോ ഒന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരൊക്കെ അവിടെ ഉണ്ട്, അവർക്കൊരു സന്തോഷമായിരിക്കും നമ്മൾ വിളിക്കുന്നതും പറയുന്നതൊക്കെ ഒരു സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ഇവരെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. കോൺടാക്റ്റ് ചെയ്യാതിരിക്കരുത്. നമ്മുടെ ബന്ധത്തിലോ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ നാട്ടിലുള്ളതോ ആരോ ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു മെസ്സേജ്. വാട്സാപ്പൊക്കെ അല്ലേ, വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റയുണ്ട്, FB ഉണ്ട്, എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. ജസ്റ്റ് ഒരു മെസ്സേജെങ്കിലും അയച്ച് അവരെ സുഖവിവരങ്ങളും തിരക്കാൻ നല്ലതായിരിക്കും കേട്ടോ. എനിക്കിന്ന് ഇത്രമേ പറയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.